ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, വിൻസെന്റ് വട്ടോളി. അയ്യോ ഉള്ളതാ അച്ചോ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ഞാൻ ഫാദർ ഇരുന്നിടംകുഴി, ജോസഫ് ഇരുന്നിടംകുഴി, ആറ്റുവാശ്ശേരിയുടെ വകുപ്പള്ളി വികാരി എന്റെ കുഞ്ഞമ്മയുടെ മോനാ. ഫാദർ കിടന്നിടംകുളം. അതേന്ന് അല്ലെന്ന് വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓ, അച്ഛനീ ലോഹ എവിടുന്നാ തയ്പ്പിച്ചത്? ഇത് തയ്പ്പിച്ചതല്ല, റെഡിമെയ്ഡാ. പാൻസും ഷർട്ടും. എന്തോ പാൻസും ഷർട്ടും? ആ, ലോഹയുടെ നേരം കിട്ടിയില്ലായിരിക്കും. അല്ലച്ചോ, തിരുകർമ്മങ്ങൾ ചെയ്യുമ്പോ മാത്രം ലോഹ ഇട്ടാ പോരെ. എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി. അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയെന്ന്. എന്ത്? ആ, മാത്രമല്ല എപ്പോഴും ലോഹ ഇടണമെന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ അച്ചോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, 2 മുട്ടയും പഴം കഴിച്ചോ? നോ താങ്ക്സ്. ആ, വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപുരുഷൻ പാൻസ് ഷർട്ടും ധരിക്കുന്നത് കുറച്ച് കടന്ന കയ്യല്ലേ വട്ടോളി? ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട്. ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി അച്ഛന്മാർക്കുള്ള ലോഹ എടുത്തിട്. ശരി അച്ചോ. അല്ലച്ചോ, ഈ ലോഹയില് 2 പോക്കറ്റ് കൂടുതൽ വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട അല്ലേ? ഓക്കെ. നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ, ഞാനൊന്ന് കാണട്ടെ മിടുക്ക്. ഐ എം സോറി. ഇല്ലില്ല, വെച്ചോ വെച്ചോ. പള്ളിവക ബാൻഡ് ഇത്തവണയും തോറ്റു അല്ലേ? തോറ്റു. അതെന്നാ പറ്റി? ഓ, അതൊക്കെ വലിയ കഥ. ഇപ്രാവശ്യം കപ്പടിച്ചത് അപ്പുറത്തെ ഇടവക്കാര് തന്നെ ഇല്ലയോ? കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കല്ലോ. കാശിന്റെ തണ്ടാച്ചു. തൊമ്മേനി ഡേവിസും ഭാര്യയും അറിയാമേ, രണ്ടിന്റെ അടുത്തും പൂത്ത കാശ. ഡേവിസ് വായിക്കത്തില്ലേ? എവിടെ നിന്ന്? അവരുടെ അപ്പം വായിക്കുമായിരുന്നു, കൊച്ചിലോനപ്പം മൂപ്പര്. ഇവര് കണ്ടവരെ കൊണ്ട് വായിപ്പിച്ചേച്ച് കപ്പം മേടിച്ച് കൊച്ചമ്മയും മുതലാളിയും കൊണ്ട് ഞെളിഞ്ഞങ്ങോട്ട് നിൽക്കും. ആ പെണ്ണുമ്പുളയ്ക്കാണ് ഒരു കിണ അറിയത്തില്ല. ചട്ടയും മുണ്ടു കൊടുത്ത് ഒരു കറുത്ത കണ്ണാടി മുച്ചങ്ങ് ഇറങ്ങിക്കോളും. ആണോ? സോളമ, ആ ഫോണൊന്നും എടുത്തേ. അയ്യോ അച്ചോ, എനിക്കിത് പേടിയാ. ഈ നാട്ടിൽ ഇത് 2 ഉള്ളൂ. ഒന്ന് കോൺട്രാക്ടറുടെ വീട്ടിലും പിന്നെ പള്ളിയിലും. ഉടപ്പിറന്നവനടുത്തും പട്ടവും കിട്ടി ഇവിടെ അടുത്തുള്ള പള്ളി വന്ന് കയറി വെച്ച് നിനക്ക് ഇവിടം വരെ വരാമല്ലായിരുന്നോടി? അച്ഛന്റെ കായംകുളത്തുള്ള അമ്മായില്ലയോ? ഓ, പുള്ളിക്കാരത്തി ഒന്ന് കുളിമുറി തെന്നി പടച്ചു വീണു. ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയേച്ച് വന്നേ ഉള്ളൂ. ആ ചക്കരക്കല്ലാതല്ലോ. എന്നാ ഉണ്ടാളിയ വിശേഷങ്ങള്? വീട്ടിലേക്ക് പോയില്ലായിരുന്നു? ആ, എനിക്ക് നേരത്തെ ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്നതാണേലും അക്കരെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇക്കരെ അളിയലും പെങ്ങളും ഒന്ന് പറഞ്ഞെത്തത്തില്ലയോ? നീ ഒറ്റപ്പിളാക്കനച്ഛനെ കണ്ടാലോ കുഞ്ഞിന്? ഊവേ, കണ്ടു കുമ്പിട്ടൊരു കഥനായം പൊട്ടിച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എടി പെണ്ണുപിള്ളേ, നിന്റെ കുഞ്ഞിന് ഒറ്റപ്പിളാക്കനായിട്ട് കതിരാ പൊട്ടിച്ചെന്ന്. ചെറുക്ക വന്നിറങ്ങിയപ്പോഴേക്കും തുടങ്ങിയോടാ. നീ അവിടെ വല്ല കൊള്ളരുതാഴികയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഒരു വള്ളം പിടിച്ച് ഞാനങ്ങ് വരുവേ. പെങ്ങളായിരിക്കുമല്ലോ അച്ഛൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ പെങ്ങളാ. പേര് മറിയാമ്മ. സോളമൻ അറിയാം. അങ്ങക്കരയിലെ തൊമ്മേനി ഡേവിസിനാ പുള്ളിക്കാരത്തെ കെട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ പോട്ടെ അച്ചോ, മണിയടിക്കാൻ. സോളമൻ നിക്ക്. എന്റെ പെങ്ങളെ അളിയനെ കുറ്റം പറഞ്ഞേച്ച് വെറുതെ അങ്ങ് പോവാണോ? അയ്യോച്ചോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങ് ചങ്ങനാശ്ശേരി കിടക്കുന്ന വിൻസെന്റ് വട്ടോളി അച്ഛനായിട്ടിരിക്കാൻ ആദ്യമായി കുമരങ്കിരി ഇടവക തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് സോളമൻ അറിയാവോ? അറിയില്ലച്ചോ. നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പള്ളിവക ബാൻഡ് ഉണ്ടാവോ അതോ സോളമൻ എന്ത് തോന്നുന്നു? അതും എനിക്കറിയില്ലച്ചോ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാരും കൂടി ഒത്തുചേർന്നോണ്ടാ. ഗീവർഗീസ് ബാൻഡ് പള്ളിയുടെ മാത്രമല്ല,
ഈ നാടിന്റെയും ഈ പള്ളിയുടെ അകത്തിരിക്കുന്ന പുണ്യാളന്റെയും കൂടെ. അതിനൊന്നും വരരുതുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസ് ബാൻഡ് ഇനി തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപായി നമ്മുടെ പള്ളിയിൽ പുതുതായി വന്ന ഫാദർ വിൻസെന്റ് വട്ടോളി നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കും. പണ്ടൊരു ന്യൂ ഇയറിലെന്നാണ് ഞാൻ ആദ്യമായിട്ട് കുമരങ്കരി കാണുന്നത്. തീരെ കുഞ്ഞായിരിക്കുമ്പോ. ദേ ആ മുന്നിലിരിക്കുന്ന മോനെ പോലെ. എന്താ മോന്റെ പേര്? ജോയ്മോനെ പോലെ. അന്ന് എന്റെ അപ്പൻ ഇളയപ്പനോട് പറഞ്ഞൊരു കാര്യം ഇന്നും എന്റെ കാതിലുണ്ട്. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത, ഒരിക്കലെങ്കിലും പ്രേമിക്കാത്ത ഒരാളും കുമരങ്കരിയിൽ ഉണ്ടാവില്ല എന്ന്. കുമരങ്കരിയിൽ വന്ന് ഇറങ്ങിയ ഉടനെ അപ്പനും ഇളയപ്പനും കൂടെ എന്നെ ആദ്യം കൊണ്ടുവന്നത് ഈ പള്ളിക്കകത്തേക്കാണ്. തിങ്ങി നിറഞ്ഞ ആളുകളുടെ ഇടയിലൂടെ ഞാൻ ആദ്യം കണ്ടത് പള്ളിക്കകത്ത് നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു അമൂല്യ വസ്തുവായിരുന്നു. പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ അതിൽ തൊട്ടും തലോടിയും നിന്നതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛനായി ഇവിടെ തിരിച്ചെത്തി പുണ്യാളന്റെ പള്ളിയിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുമ്പോൾ എന്റെ കണ്ണുകൾ ആദ്യം അന്വേഷിച്ചത് ആ അമൂല്യ വസ്തു ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നാണ്. ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. അന്ന് വെള്ളത്തെ കയറി തിരിച്ചു പോകുമ്പോൾ അപ്പൻ വാങ്ങിത്തന്ന പാലേസിന്റെയും പി ബലൂണിന്റെ ഒപ്പം ഒന്നുകൂടി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി. ഈ നാടിന്റെ സംഗീതം. കുമരങ്കരിയെ കുമരങ്കരിയാക്കിയത് ഇവിടുത്തെ സംഗീതമാണ്. ആ സംഗീതം ഇവിടെയുള്ള ഓരോരുത്തർക്കും പകർന്നു നിന്നത് വിശുദ്ധ ഗീവർഗീസ് ബാൻഡ്. ആ ബാൻഡ് ഇപ്പം ഈ പിയാനോ പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പൊടിയും മാറാലും പിടിച്ച് അന്ത്യകൂദാശ സ്വീകരിക്കാൻ കിടക്കുകയാണ്. എസ്തപ്പാനാശാൻ, ഇട്ടിര, കൊച്ചുതൊമ്മി, ആൻഡപ്പൻ. അന്ന് കായലിലാണ്ടത് അവരുടെയൊക്കെ ശരീരങ്ങൾ മാത്രമാണ്. അവരെയൊക്കെ നിങ്ങൾ മറന്നെങ്കിൽ ഉറ്റവരെല്ലാം പോയ വേദനയിൽ സംഗീതത്തിനു വേണ്ടി ഇന്നും ജീവിക്കുന്ന ലൂയി പാപ്പനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുമരങ്കരിയുടെ ആത്മാവിനെയാണ്, കുമരങ്കരിയുടെ സംഗീതത്തെയാണ്. ഈ നാടിന്റെ എല്ലാ ഒത്തൊരുമയും ആവേശവുമായ ആ സംഗീതം നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? എവർ റോളിംഗ് ട്രോഫി നമുക്ക് വീണ്ടും പുണ്യാളന്റെ കാൽക്കൽ കൊണ്ട് വെക്കണ്ടേ? വേണ്ടേ ലോനപ്പേട്ട? വേണ്ടേ ഇട്ടുപേട്ട? വേണ്ടേ ജോയ്മോനെ? പള്ളിവക ബാൻഡ് സംഘം നമുക്ക് പിരിച്ചുവിടണോ? അച്ഛന് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ മേലായിരുന്നോ? നിന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്.